ഇപ്പോ കൽപ്പനയോട് അമ്മയ്ക്ക് തോന്നുന്ന ദേഷ്യം എന്താ? സൂര്യയുടെ ഭാര്യയാണ്. അമ്മയുടെ ശത്രുവായ സൂര്യയുടെ ഭാര്യ. അല്ല, മറിച്ച് നീ എന്റെ ഭാര്യയാണെങ്കിലോ, എന്നോടൊപ്പമാണ് ജീവിക്കുന്നെങ്കിലോ? അമ്മയ്ക്ക് നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചേ പറ്റൂ. ഗൗതം എന്തൊക്കെയാ പറയുന്നേ? അവിടെ ഒരുത്തൻ എന്തോ പറ്റിയിട്ടുണ്ടോ? എടുത്ത് രാധികയുടെ നമ്പർ ഡയൽ ചെയ്യാ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാനായിരിക്കും. ഹലോ, ഹലോ, മോനെടുത്ത് കളിച്ചപ്പോ പറ്റിപ്പോയ മാഡം, സോറി. കുഴപ്പമില്ല, ഓക്കെ. അയ്യോ വേണ്ട വേണ്ട, അയ്യോ വേണ്ട, അയ്യോ വേണ്ട, അയ്യോ. നിന്റെ പാടുന്ന ചങ്കുണ്ടല്ലോ, ഒന്ന് വീശിയാ തീർന്നു പോകും കേട്ടോടി. ഇവളുമാരെ സൂക്ഷിക്കണം, അത്യാവശ്യം ചങ്കൂറ്റുള്ള ഇനമാ. കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ മണ്ണിനടി കിടക്കണ്ട രണ്ടെണ്ണോ. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഏൽപ്പിച്ചവരുടെ തീരുമാനം ഞാൻ അങ്ങോട്ട് മറക്കും. തീർത്തു കളയും രണ്ടിനെയും. എന്റെ മോളുടെ ശബ്ദം ഞാൻ കേട്ടത് എടുത്തി. അവരറിയണ്ട അത് രാധിക മോളാണെന്ന്. ആവശ്യമില്ലാത്ത വിലക്കുകൾ വീണപ്പോ എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് അകന്നു പോയി. താലി കെട്ടി കൂടെ നിർത്തണമെന്നായിരുന്നു പണ്ടത്തെ ആവശ്യം. ഇപ്പം അതങ്ങ് നടത്തിക്കളയാം. വേണ്ടാന്ന് തോന്നുമ്പോൾ ഒരു ടാറ്റ പറഞ്ഞാൽ മതിയല്ലോ. കൽപ്പന,
എന്താ ഗൗതം? അമ്മ ഒരുപാട് ജോലികൾ ഏൽപ്പിക്കുന്നുണ്ടല്ലേ? ആ, എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ തൽക്കാലം അമ്മ എതിർക്കണ്ടെന്ന് കരുതിയിട്ടാ. അല്ല, ഈ അവസ്ഥ മാറണ്ടേ? ഗൗതം, എനിക്ക് ജോലിയുണ്ട്. ഉം, ഇത്രമാത്രം സുന്ദരിയായ ഒരാള് ഈ വീട്ടിലെ അടുക്കള പണി ചെയ്ത് നിൽക്കുന്നത് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ കൽപ്പനയോട് അമ്മയ്ക്ക് തോന്നുന്ന ദേഷ്യം എന്താ? സൂര്യയുടെ ഭാര്യയാണ്, അമ്മയുടെ ശത്രുവായ സൂര്യയുടെ ഭാര്യ. അല്ല, മറിച്ച് നീ എന്റെ ഭാര്യയാണെങ്കിലോ, എന്നോടൊപ്പമാണ് ജീവിക്കുന്നെങ്കിലോ? അമ്മയ്ക്ക് നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചേ പറ്റൂ. ഗൗതം എന്തൊക്കെയാ പറയുന്നേ? മുമ്പ് നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ നിന്റെ കഴുത്തിലൊരു താലി കെട്ടി നിന്നെ സ്വന്തമാക്കാൻ? ഇപ്പൊ ഞാനത് തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഗൗതം മാത്രം എടുത്താ പോരല്ലോ. വേറെ ആര് തീരുമാനിക്കാനാ? നോക്ക്, അച്ഛൻ കണിമംഗലം വെട്ടിപ്പിടിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആ സൗഭാഗ്യങ്ങൾ മുഴുവനും നിനക്ക് തരാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ നിന്നെ താലി കെട്ടുന്നത്. ഈ പൂജാമുറിയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ താലി ചാർത്തുക. എന്നിട്ട് സമയം പോലെ നമുക്ക് അമ്മയോട് പറയാം. എന്തു പറയുന്നു? എനിക്ക് താല്പര്യമില്ല ഗൗതം. വഴിന്ന് മാറ്, എനിക്ക് പോണം. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നോ, എനിക്ക് ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടിയേ പറ്റൂ. നിന്നെ സ്വന്തമാക്കിയേ പറ്റൂ. ഛേ, അതെ, എതിർക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്കിടയിൽ നടന്നതല്ല എനിക്ക് എല്ലാവരോടും വിളിച്ച് പറയേണ്ടി വരും. ഛേ, കൽപ്പന പ്ലീസ്. ഗൗതം, വിടാനല്ലേ പറഞ്ഞേ? വിട്. കൽപ്പന പ്ലീസ്. ഗൗതം, 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 നോ.